മുഖ്യമന്ത്രി ഉദ്ദേശിച്ച് തന്നെയാണോ കുറിപ്പ് എഴുതിയത്? അല്ല, അത് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷം ഞാൻ എൻ്റെ ജോലികളായിട്ട് പോയി. അതിനുശേഷം പിന്നെ ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ വാർത്ത വരുന്ന വലിയ രീതിയിൽ ഞാൻ മുഖ്യമന്ത്രിയെ വിമർശിക്കാനല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം കേരളത്തിൽ വലിയ വിവാദങ്ങൾ വരുന്നു. അദ്ദേഹത്തെ ഒരു സംഖ്യയാക്കി ചിത്രീകരിക്കാൻ പലരും ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇന്നലെ സത്യപ്രതിജ്ഞ സമയത്ത് അദ്ദേഹം ഉപയോഗിച്ച അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മുഴുവൻ നാമം ഉപയോഗിച്ചുകൊണ്ട് ശ്രമിക്കുകയാണ്. അവിടെയാണ് ഇതുവരെ കേട്ടുകേൾവില്ലാത്തൊരു മേനോൻ എന്നുള്ള ഭാഗം വരുന്നത്. അതാണ് ഒരു വലിയ വിഷയമായിട്ട് മാറുന്നത്. അപ്പം അവിടെ ഞാൻ എൻ്റെ ഒരു പൊസിഷൻ പറഞ്ഞതേ ഉള്ളൂ. പലരും ഇത് നമ്മൾ പല കാലഘട്ടത്തും രഞ്ജിത്തിന്റെ സിനിമകൾ കണ്ട് കൈയടിച്ചിട്ടുണ്ട്. പക്ഷെ അതിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് വലിയ സങ്കടം തോന്നും. ഞാൻ പൊളിറ്റിക്കലി 100% കറക്റ്റ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല, പക്ഷെ പരമാവധി കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഇപ്പൊ കോൺഗ്രസിന്റെ ഒരു ആശയപരമായ അടിത്തറ മധ്യ ഇടതുപക്ഷമാണ്, സെൻട്രൽ ലെഫ്റ്റ് ആണ്. അതിലൊരു ഇഞ്ച് പോലും വീഴ്ച വരാൻ പാടില്ല. ജാതിവാലുകൾ ഒരു അലങ്കാരമായിട്ടോ ആഭരണമായിട്ടോ കാണുന്നത് തെറ്റാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ, അത് ഏത് സാഹചര്യത്തിലായാലും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അത് ഈ പല വിവാദങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യത്തിൽ ചിലർക്കുള്ള മറുപടിയായി ആ ഒരു സത്യപ്രതിജ്ഞയെ കാണേണ്ടതുണ്ടോ? അല്ല, ഞാൻ വിചാരിക്കുന്ന, ഇപ്പം നിങ്ങൾ ഉദ്ദേശിച്ച് പലരും എന്നോട് അത്തരത്തിൽ പറഞ്ഞു ചില സാമുദായിക നേതാക്കന്മാർക്കുള്ള മറുപടിയാണെന്ന്. ഞാൻ വിചാരിക്കുന്നത്, എൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തന ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള നേതാവ്, ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള പൊസിഷനിങ് എടുക്കുന്ന കാര്യത്തിൽ വി ഡി സതീശനാണ്. അദ്ദേഹത്തിന്റെ നിലപാടുകൾ, കാലികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, അദ്ദേഹത്തിന്റെ വായന, അദ്ദേഹത്തിന്റെ ഓരോ കാഴ്ചപ്പാടുകളും അത്ര ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടൊരു വിവാദം കത്തുമ്പോൾ അദ്ദേഹത്തിന് സംഘപരിവാർ ചാപ്പ കുത്താൻ ശ്രമിക്കുമ്പോൾ അതിലൊരു പൊസിഷൻ പറയണമെന്ന് ഞാൻ വിചാരിച്ചു. അതിനപ്പുറത്ത് ഏതെങ്കിലും ഒരു സമുദായ നേതാവിന് മറുപടി കൊടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അത് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഏത് സമുദായ നേതാവിന് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടായാലും അദ്ദേഹം അങ്ങനെ ഒരു പദം ഉപയോഗിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വി ഡി സതീശൻ എന്ന മനുഷ്യന്റെ ഐഡന്റിറ്റി, സെക്യുലർ ക്രെഡൻഷ്യൽ വി ഡി സതീശൻ എന്ന് തന്നെയാണ്. ആ പേര് പറഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹം കഴിഞ്ഞ 10-35 വർഷക്കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. കേരളത്തിലെ എല്ലാ മത സാമുദായിക നേതാക്കന്മാർക്കും മതമേലധ്യക്ഷന്മാർക്കും അദ്ദേഹത്തെ കൃത്യമായിട്ട് അറിയാം. അപ്പൊ ആർക്കെങ്കിലും മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ജാതിവാല് പ്രയോഗിക്കുന്ന ആളാണ്, അത്രയും ചെറിയ ആളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹം. ജിൻഡോ റോമൻ കാത്തലിക് ജോൺ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാനതാ പറഞ്ഞത്. നമ്മളൊക്കെ കോൺഗ്രസ്സുകാർ എന്നുള്ള ഐഡന്റിറ്റിയിലാണ് വരുന്നത്. നമുക്കൊരു പേരുണ്ട്, ആ പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ അതിനുശേഷം ഒരു ഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ജാതിവാലോ അല്ലെങ്കിൽ നമുക്കൊരു മതത്തിന്റെ പരിവേഷമൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു കുറവായിട്ട് ഞാൻ കരുതുക. നമ്മളൊക്കെ ഇവിടം വരെ എത്തുന്നതിന് ഒരു സമുദായത്തിന്റെയും ഒരു മതത്തിന്റെയും പിന്തുണയൊന്നും ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിന്റെ പ്ലാറ്റ്ഫോമിലാണ് വന്നത്. അപ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ അത്തരം ജാതിവാലുകൾ പറയുകയും അതിന്റെ പേരിൽ ചേരിതിരിഞ്ഞുള്ള ആക്ഷേപങ്ങളൊക്കെ നടക്കുകയും അദ്ദേഹത്തെ പോലെ ഒരു മനുഷ്യനെ പതിറ്റാണ്ടുകളുടെ സെക്യുലർ രാഷ്ട്രീയത്തെ റദ്ദ് ചെയ്യുന്ന രീതിയിൽ സംഘപരിവാറാക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഒരു കാര്യം അഭിപ്രായം ചൂണ്ടിക്കാണിച്ചെന്നേ ഉള്ളൂ. ജിൻഡോ ജോൺ പറയുന്ന നിലപാട് കൃത്യമാണ്. കാരണം മതേതര നിലപാട് ഉയർത്തിപ്പിടിച്ച പി ഡി സതീശനെ സംഘപരിവാറാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നതിനിടയ്ക്ക് ഇത്തരം ഒരു പേര്, മേനോൻ എന്ന പേര് അല്ലെങ്കിൽ ജാതി പേര് ഉയർത്തി കാണിക്കുന്നത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുമെന്ന് തന്നെയാണ് ജിൻഡോയും പറയുന്നത്. ക്യാമറാമാൻ അഫ്സൽ രാജനൊപ്പം സൈഫുന്നിസ് അലിയാർ, ന്യൂസ് മലയാളം, കൊച്ചി.